ഈ UDF-നകത്ത് മുഖ്യമന്ത്രി ചർച്ച സജീവമാണ്. വലിയ രീതിയിലുള്ള PR വർക്ക് ഉൾപ്പെടെ നടത്തുന്നു എന്നുള്ളതാണ് ആക്ഷേപം. അതെ, അതിലൊന്നും യാതൊരു പ്രസക്തിയില്ല. കാരണം കാലങ്ങളായി ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇതേക്കുറിച്ച്. കാരണം കാലങ്ങളായി കോൺഗ്രസ്സിനൊരു രീതിയുണ്ട് ഈ കാര്യത്തിൽ. കോൺഗ്രസ്സിന് രീതി ആദ്യമായിട്ടല്ലല്ലോ ഗവൺമെൻറ് രൂപീകരിക്കുന്നത്. കേരളത്തിൽ എത്രയോ ഗവൺമെൻറ്റുകൾ രൂപീകരിച്ചിരിക്കുന്നു. ഇന്ത്യയിലൊട്ടാകെ എത്രയോ ഗവൺമെൻറ്റുകൾക്ക് രൂപം കൊടുത്തിരിക്കുന്നു. അപ്പോൾ കോൺഗ്രസ്സിന് പരമ്പരാഗതമായി സ്വീകരിച്ചു വരുന്നൊരു രീതിയുണ്ട്. ആ രീതി അനുസരിച്ച് സംസ്ഥാനത്തെ ബന്ധപ്പെട്ട തലങ്ങളിലുള്ള അഭിപ്രായ രൂപീകരണം, അതുപോലെ തന്നെ ഹൈക്കമാൻഡിൻ്റെ വിലയിരുത്തൽ എല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം, കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉചിതമായ ഒരു തീരുമാനമെടുക്കും. ആ കാര്യത്തിൽ ആർക്കും വറീഡാവേണ്ട ഒരു കാര്യമില്ല. മറ്റൊരു തരത്തിലുള്ള പ്രചരണങ്ങൾക്കോ പ്രവർത്തനങ്ങൾക്കോ ഒരു പ്രസക്തിയുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്ന MLA-മാർ തന്നെ മുഖ്യമന്ത്രി ആവണ്ടേ? അത് പുറത്തുനിന്ന് ഒരാൾ വരുന്നത് ശരിയാണോ? ഞാൻ അതേക്കുറിച്ച് സ്വാഭാവികമായി അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ അതിലേക്ക് ചർച്ചയ്ക്ക് പോകുന്നില്ല. സ്വാഭാവികമായി ഏതൊക്കെ രീതിയിലാണോ കോൺഗ്രസ് നേതൃത്വം കഴിഞ്ഞ കാലങ്ങളിൽ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. അത് കോൺഗ്രസ്സിന് ഇതൊരു പുതുമയുള്ള കാര്യമല്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം പരിചയസമ്പന്നരാണ്, അനുഭവ സമ്പത്ത് അവർക്കുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കൃത്യമായ നിലപാട് സ്വീകരിച്ച് ഒരു തരത്തിലുള്ള ആശങ്കയുമില്ലാതെ വളരെ കൃത്യമായ നിഗമനത്തിലെത്തുകയും കേരളത്തിന് അതിൻ്റേതായ അർത്ഥത്തിൽ ജനവിധി മാനിച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് നല്ല രീതിയിലുള്ള ഒരു ഭരണ സംവിധാനം പ്രദാനം ചെയ്യും എന്ന പ്രതീക്ഷയാണ്, വിശ്വാസമാണ് സാർവത്രികമായി എല്ലാവർക്കും. അതായത് വിജയിച്ച MLA-മാരിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രി വേണമെന്നാണ്.